ഹലോ മാഡം ബസ് പുറപ്പെടാൻ സമയമായി. ഞാൻ ദേ ഒരു 5 മിനിറ്റ്സിലെത്തും. ഓക്കെ മാഡം. ഓൺ ദ വേ ആണ്. പെട്ടെന്ന് എത്തണേ മാഡം. ഓക്കെ. ചേട്ടാ കുറച്ചുകൂടി സ്പീഡിൽ പോയേ. ശരി മാഡം. അതാ ബസ് തന്നെ, മുന്നിലേക്ക് നിർത്തിക്കോ. Can I help Yeah, you? please. Thanks. അത് പിന്നെ കുറേ ദിവസത്തിന് ശേഷം വെയിലടിക്കുകയല്ലേ അല്ലേ? ഇറ്റ്സ് എ സണ്ണി ഡേ. അതെ, കണ്ടിന്യൂസ് ആയിട്ട് റെയിനി ഡേയ്സിന് ശേഷം വെയിൽ കാണുമ്പോൾ ഹാപ്പിയാണ്. എനിക്കും ഹാപ്പി തന്നെയാണ്. നോർമലായിട്ട് ഞാൻ ഫ്ലൈറ്റിലെ യാത്ര ചെയ്യാറ്. സൈക്ലോൺ ആയതുകൊണ്ട് ബസ്സിൽ വരേണ്ടി വന്നു. ഓ, ഞാനും ഫ്ലൈറ്റാ ബുക്ക് ചെയ്തിരുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ആയിപ്പോയി. അതാ. ഓ നൈസ്. സോ വാട്ട് യു ഡു? മോഡലിംഗ്. മോഡലിംഗ്? ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങളെ ഒരു ആഡിലും കണ്ടിട്ടില്ലല്ലോ. ഐ എം എ റാമ്പ് മോഡൽ. ക്യാറ്റ് വാക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. ഓ അങ്ങനത്തെ മോഡലല്ലേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ട് രസിച്ചോണ്ടിരിക്കുക. സർ, സാർ ഞാനതാ നിങ്ങളുടെ മാത്സ് ടീച്ചറാണോ? എനക്കിട്ടാ അത്രയ്ക്ക് പ്രായം തോന്നുന്നുണ്ടോ? അതായത് ഒരു ഡാഡിയെ പോലെ. It's a joke, a joke apart. By the way, I'm Stephen. പൂജ. Nice meeting you. സെയിം. ഞാനൊരു ഫിനാൻഷ്യർ. ഒരുപാട് സിനിമകൾക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. ഓ, സർ ഒരു VIP ആണെന്ന് തോന്നുന്നല്ലോ. എന്തോന്ന് VIP ഇങ്ങനത്തെ ബസ്സിൽ പോവും. നീ സമ്മതിച്ച നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് രണ്ടും കൂടെ ജോളിയായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയാലോ? ഇതിനൊക്കെ ദേഷ്യപ്പെട്ടേക്ക്. യു ആർ ലുക്കിംഗ് സോ ഗോർജിയസ്. നിങ്ങളെന്താ ഒരു മൂവിയില് ഹീറോയിനായിട്ട് ട്രൈ ചെയ്യാത്ത? എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു മൂവി ഡയറക്ടറാണ്. ആ മൂവിയിൽ ഞാൻ തന്നെ ഹീറോയിനായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ഡയറക്ടറിന്റെ പേരെന്താ? പേര് പറഞ്ഞ അറിയാനും വേണ്ടി അത്ര വലിയ ആളൊന്നുമല്ല. വലിയ സിനിമകളിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞാൻ ആ ഹീറോയിനായിട്ട് കമ്മിറ്റ് ചെയ്തത്. ബട്ട് സം ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം മൂവി ഡ്രോപ്പ് ആയിപ്പോയി. ആ മൂവി എങ്ങാനും ടേക്ക് ഓഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾ വലിയ ഹീറോയിനെ ആയതിനെ നമുക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ബസ്സിൽ പരിചയപ്പെടേണ്ട ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു അല്ലേ? മേ ബി. സോ വാട്ട്? നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിലും വേറൊരു പടത്തിൽ കമ്മിറ്റ് ആവാമല്ലോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും സുന്ദരിയാണെന്നേ. അല്ല, ഡയറക്ടറിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മൈക്കിൾ ആഡംസ്. മൈക്കിൾ ആഡംസ് ആണോ ഈ ഡയറക്ടർ വിനായകിന്റെ അസിസ്റ്റന്റ് അല്ലേ? അതെ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീയാണ് ഹീറോയിൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മൂവി സ്റ്റോപ്പ് ചെയ്യില്ലായിരുന്നു.
ആ മൂവി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാനും ഒരു കാരണക്കാരനാണ്. ഞാൻ ആ പടത്തിൻ്റെ ഫിനാൻഷ്യൽ. സത്യം പറയാം, നീയാണതിൻ്റെ ഹീറോയിൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഐ എം ഷ്യൂർ ഡ്രോപ്പ് ചെയ്യില്ലായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കാം, അതിനെക്കുറിച്ച് റിഗ്രറ്റ്സ് ഉണ്ടാവാം. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ്സേ ഇല്ല. നോ റിഗ്രറ്റ്സ്, നോട്ട് അറ്റ് ഓൾ. ഞാൻ ചെയ്തത് റൈറ്റ് ബിക്കോസ് ഓഫ് മൈക്കൽ ആഡംസ്. നീ അവൻ ഇപ്പോഴും ടച്ചിലാണോ? ഇല്ല സർ, ഞങ്ങൾ തമ്മിൽ ഒത്തുപോയില്ല, അതുകൊണ്ട് പിരിഞ്ഞു. ഞങ്ങൾക്കിടയിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. മൂവി ഡ്രോപ്പ് ആയതിനു ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത്രേ ഉള്ളൂ. റീസെന്റ് ആയിട്ട് ഒരു ന്യൂസിൽ കണ്ടതാ, ഏതോ മർഡർ കേസിൽ അവൻ കുടുങ്ങിയെന്ന് കേട്ടു. അതെ സർ, ഞാനും കേട്ടായിരുന്നു. താങ്ക് ഗോഡ്, ബ്രേക്കപ്പ് ആയിട്ട് ഒരുപാട് നാളായി. അവൻ ശരിക്കും ഒരു സൈക്കോയാണ്. എനിക്കും മൂവി ടൈംസിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എപ്പോൾ നോക്കിയാലും ചെറ്റയെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ഇതുകൊണ്ടായിരുന്നു ഞാൻ പടം അങ്ങ് ഡ്രോപ്പ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ മൈക്കിൾ ആഡംസ് എന്നുള്ള ചെറ്റ മാത്രമാണ്. എക്സ്ക്യൂസ് മീ, സോറി ടു ഇൻറ്ററപ്റ്റ്. ആക്ച്വലി നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് മൈക്കിൾ ആഡംസിനെ കുറിച്ചല്ലേ? മൈക്കിൾ എൻ്റെ സ്റ്റുഡൻറ്റാ. സ്കൂൾ ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ്റെ പേരിൽ. ഞാനാണെങ്കിൽ അവൻ്റെ പേരൻസിന് ഒത്തിരി തവണ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഞാൻ അവനെപ്പോലെ ഒരു വേസ്റ്റ് സ്റ്റുഡൻറ്റിനെ ഞാൻ എൻ്റെ 30 വർഷത്തെ സർവീസിനിടയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ കാരണം കിടന്ന് അലറും, ഭ്രാന്തനെ പോലെ പെരുമാറും. അല്ല, ജെന്നിഫർ ടീച്ചർ അല്ലേ? ആ അതെ, ഞാൻ മാത്യു, മാഡത്തിന്റെ സ്റ്റുഡന്റ്. ഓർമ്മയുണ്ടോ? ഏയ് മാത്യു, ഓക്കെ, സുഖായിരിക്കുന്നു ടീച്ചർ. എന്താ ഇതൊക്കെ? ഇത് ശരിക്കും അത്ഭുതമായിരിക്കുന്നല്ലോ. വിശ്വസിക്കാനേ പറ്റുന്നില്ല. മൈക്കിളിനെ അറിയുന്ന എല്ലാവരും ഉണ്ടല്ലോ. അതിരിക്കട്ടെ, നീ മൈക്കിളിന്റെ ബ്രദർ അല്ലേ? അതെ ടീച്ചർ. മൈക്കിളിന്റെ സ്വന്തം ബ്രദറാണോ? അല്ല, അമ്മ വേറെ വേറെയാണ്, അച്ഛൻ ഒരാളാ. കുട്ടിക്കാലം മുതലേ മൈക്കിൾ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുഴപ്പക്കാരനായിരുന്നു. ഒരു ദിവസം വീട്ടിലെന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവൻ എങ്ങോട്ടാ പോയതെന്ന് എനിക്ക് പോലും അറിയില്ല. സർ, നിങ്ങൾ ഈ പറയുന്ന മൈക്കിളിൻ്റെ കൂടെ ഞാൻ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വഴക്കുണ്ടാക്കും. ഇതുവരെ ഒരു സിനിമയിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. വെയിറ്റ്, ഇവിടെ ആർക്കൊക്കെയാണ് മൈക്കിളിനെ അറിയുന്നുള്ള? എന്തു പറ്റി സർ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എങ്ങനെയാ അവനെ കുറിച്ച് അറിയാന്നുള്ളവരല്ലേ ഈ ബസ്സിൽ? എല്ലാരും ബസ് ടിക്കറ്റ് എങ്ങനെയാ വാങ്ങിച്ചത്? ആൻഡ് യു? സർ, ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോവുക. അദ്ദേഹം എനിക്ക് ടിക്കറ്റ് സ്പോൺസർ ചെയ്ത്. എനിക്കൊരു ഇന്റർവ്യൂ ഓഫർ വന്നതാ. സോ അവർ തന്നെ എനിക്ക് ടിക്കറ്റ് സെൻഡ് ചെയ്തു. ആക്ച്വലി എൻ്റെ മോൻ ബാംഗ്ലൂരിലെ വർക്ക് ചെയ്യുന്നത്. ഫ്രീ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് സെൻഡ് ചെയ്തു. എനിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ആയ ഉടനെ ബസ് ടിക്കറ്റ് കിട്ടി. എനിക്കും ആ റീസൺ തന്നെയാ. നമുക്കെല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്തത് മൈക്കിൾ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് നിങ്ങളെല്ലാവരും ഇവിടെ വരുത്തിയത് ഞാനാ. ഡോ, താനാരാ? എന്തിനാ ഫ്രീ ടിക്കറ്റ് തന്നത്? ഞാനൊരു ട്രാവൽ ഏജൻറ്റാ സാർ. മൈക്കിൾ ആഡം എന്നെ മീറ്റ് ചെയ്തിട്ട് അയാളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അയാളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ബാംഗ്ലൂരിലേക്ക് വരുത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് പാർട്ടി കൊടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് എല്ലാം അവർക്ക് കൊടുത്തിട്ട് സത്യമൊന്നും പറയാതെ ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞ് കാശ് തന്നു സാർ. അതുകൊണ്ടാണ് സാർ ഞാൻ കള്ളം പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ വരുത്തിയത്. സാർ, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് വരാമെന്ന് പറഞ്ഞ് കുടുങ്ങിപ്പോയതാ സാർ.
ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങൾ സന്തോഷത്തിലായിരിക്കും, പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. സർ, ഇതെന്താ ഇവൻ ഇങ്ങനെ എല്ലാവരെയും ഒരേ ഇതവന്റെ voice ആ. ട്രാവൽ ചെയ്യിക്കുന്നെന്ന് ആലോചിച്ച് തലപോയിക്കുകയാണോ? നിങ്ങളെല്ലാവരും എന്റെ ജീവിതം വെച്ച് ഒരുപാട് കളിച്ചിട്ടുള്ളവരാ. അത് അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് സോറി പറയുക. സോറി പറഞ്ഞില്ലെങ്കിൽ എന്താ നടക്കാൻ പോകുന്നറിയോ? പ്ലീസ് ഒന്ന് മാറിയേ, ഒന്ന് മാറിയേ. എന്താ സാർ? എന്ത് പറ്റി സാർ? മൈക്കിൾ, ഡോർ തുറക്ക മൈക്കിൾ. മൈക്കിൾ പ്ലീസ്, നീ പറഞ്ഞതൊന്നും ചെയ്തേക്കല്ലേ മൈക്കിൾ പ്ലീസ്. സാർ, മൈക്കിൾ, മൈക്കിൾ പ്ലീസ്. മൈക്കിൾ, നീ പറഞ്ഞതൊന്നും ചെയ്തേക്കല്ലേ മൈക്കിൾ പ്ലീസ്. നിന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എനിക്ക്? മൈക്കിൾ പ്ലീസ്, ഡോർ തുറക്ക മൈക്കിൾ പ്ലീസ്. മൈക്കിൾ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിനക്ക്? മൈക്കിൾ, സാർ എന്താ ഇത്? ആരാ ഇത്? ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് സാർ. എന്റെ അടുത്ത് 2 വർഷം ട്രീറ്റ്മെന്റിലായിരുന്നു സാർ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒരു ബസ് പിടിച്ചിരുത്തി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോണ്ട് പോയി അവരെ കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കുന്നു പറഞ്ഞിരുന്നു സാർ. മൈക്കിൾ, എല്ലാരും കരയുന്നു, നീ കേൾക്കുന്നില്ലേ? മൈക്കിൾ പ്ലീസ്. മൈക്കിൾ, ഏയ്, മൈക്കിൾ. മൈക്കിൾ, മൈക്കിൾ Open the പ്ലീസ്. door, മൈക്കിൾ. കഴിഞ്ഞ മാസം എന്നോട് ഇത് പറഞ്ഞപ്പോ നീ പോടാ, നീ പോയി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു സാർ. ദേ മൈക്കിൾ, എന്ത് മൈക്കിൾ കാര്യം നിങ്ങൾ ചെയ്തു വെച്ചത്? സാർ, എന്റെ ഭാഗത്ത് തന്നെ തെറ്റ് സാർ. ഞാൻ ചുമ്മാ പറഞ്ഞത് സാർ. ദേ മൈക്കിൾ, ഡോർ തുറക്കടാ പ്ലീസ്. ഏയ്, ഏയ്, മൈക്കിൾ. ദേ, മൈക്കിൾ. മൈക്കിൾ, എടാ, please. നിന്റെ ചേട്ടല്ലേ അവൻ? തുറക്കടാ. നീ ഒന്ന് പറയടാ, നീയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തിനാ മരിക്കണത്? ഒന്ന് നിർത്താൻ പറ. കേൾക്കുന്നില്ല സാർ.